الله تعالى وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. സർവാദരവ് നിറഞ്ഞ വേദിയിലെ ഉസ്താദന്മാർ, ഈ നാട്ടിലെ നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഗൾഫ് സമിതിയിലെയും ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗജിവാറിൽ ഒരുമിച്ച് കൂടാൻ ഈ സദസ്സ് അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവർ, സുദീർഘമായ പ്രസംഗവേദിയൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിലേക്ക് തന്നെ നമുക്ക് കടന്നു ചെല്ലാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നത് ഈ 2025 തുടങ്ങി വെച്ച ഒരു കാര്യമൊന്നുമല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആരംഭപ്പൂവിൻ്റെ അരികിൽ തന്നെ മഹാന്മാരായ ഒരുപാട് സഹാബാക്കൾ പാടിപ്പറഞ്ഞതൊക്കെയും ഞങ്ങൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സമുദായത്തെയും ഒന്ന് വേർതിരിക്കുക, ഒന്ന് മാറ്റി നിർത്തുക, അവർ തമ്മിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പണ്ട് കാലം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളും അത് തന്നെയായിരുന്നു അവരുടെ നയവും. അത് തന്നെയായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇമേജിനെ ഒന്ന് തകർക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രൗഢിയെ തകർക്കുക എന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശമായിരുന്നു ആ മുസ്ലിം വിരോധികൾക്കുണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ തന്നെ അവരോട് ഓർമ്മപ്പെടുത്തിയത് അറിയാം നമുക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് താഴ്ത്തി പറയുമ്പോഴും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വറഫഅനാ ലക സിക്റക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങയെ കീർത്തി ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു, അങ്ങയുടെ പ്രൗഢിയെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആലോചിക്കണം. നാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറയുന്നത് കേവലം ഇന്ന് ഞങ്ങൾ മാത്രമല്ല. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിപ്പറഞ്ഞിട്ടുണ്ട്, കഅബ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പാടിപ്പറഞ്ഞിട്ടുണ്ട്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിപ്പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരൊക്കെയും സഹാബാക്കളൊക്കെയും ഇങ്ങനെ പാടിപ്പറഞ്ഞതൊക്കെയും നമുക്കെയും അറിയുന്നവരാണ്. മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ഒരു സദസ്സിലിരിക്കുമ്പോൾ മഹാനായ മുത്ത് റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, വഅഹ്സനു മിൻക ലം തറഖത ഐനി ഫഅജ്മല മിൻക ലം തജിദിൻ നിസാഇ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയുകയാണ്, വഅഹ്സനു മിൻക ലം തറഖതു ഐനി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങയുടെ ആ മനോഹരമായ, അങ്ങയെപ്പോലെ ഞങ്ങൾ കാണുന്ന മനോഹരമായ മറ്റൊന്നിനെയും ഇന്ന് ലോകത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. അങ്ങയെ പോലത്തെ നല്ല മുഖത്തെ ഇതുവരെ ഒരു ലോകത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. ഫഅജ്മലു മിൻക ലം തജിദിൻ നിസാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങയെപ്പോലെയുള്ള ഒരു നല്ല ശരീരത്തിന് ഇന്ന് ലോകത്ത് ഒരു പെണ്ണും ജന്മം നൽകിയിട്ടില്ല നബിയെ എന്ന് ഹബീബായ തങ്ങളെ മുമ്പിലിരുത്തിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ അവിടുന്ന് പാടിപ്പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ അവിടുന്ന് നിങ്ങൾ എൻ്റെ മദ്ഹ് പാടരുത് എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എൻ്റെ മദ്ഹ് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവിടത്തേക്ക് ദുആ ചെയ്തതാണ്, അയ്യദഖല്ലാഹു ബിറൂഹിൽ ഖുദ്സ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് അങ്ങനെയാണ് ദുആ ചെയ്ത് കൊടുത്തത്. അത് തന്നെയാണ് ഇന്ന് ആലടുക്കയിലെ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഇവിടെ നടത്തുന്നത്. ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടുകയാണ്, പറയുകയാണ്. അതൊക്കെയും ഇൻഷാ അല്ലാഹ് നല്ല നയനേത്രങ്ങളെ കൊണ്ട് നോക്കുകയും അവിടുന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ കമ്മിറ്റിക്കാർ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും ഇന്നേ വരെ ഞങ്ങളോട് നോ എന്ന് പറഞ്ഞൊരു വാക്കില്ല. എല്ലാത്തിനും ഓക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് കൈയോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതിന് സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകുമാറാകട്ടെ. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ധാരാളം ആളുകൾ ഈ സദസ്സിന്, മഹത്തായ സദസ്സിന് സഹായ സഹകരണങ്ങൾ നൽകുന്നവരുണ്ട്. ഇന്നത്തെ ഈ മജ്‌ലിസിന് ചീരണികൾ തന്നിട്ട് സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ കമ്മിറ്റിയിൽ അംഗമായ വൈസ് പ്രസിഡന്റ് ജലീൽ, ആ ജലീലും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഹഫീസും അക്രമും, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല 3 പേരുടെയും
മനസ്സിൻ്റെ അകത്തളങ്ങളിലിരിക്കുന്ന സർവ്വ മുറാദുകൾ ഹബീബായ തങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ വാപ്പാന്റെ ഹദ്റത്തിലേക്ക് ഇതിന്റെ മിസ്ലു സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റെടുത്തത്. റബ്ബ് സുബ്ഹാനഹു തആല ഇതിന്റെ പകരം ജീവിതത്തിലും കുടുംബത്തിലും വലിയ ബറക്കത്തും ഐശ്വര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഗൾഫ് സമിതിയിലെ പ്രവാസികൾ ധാരാളം രീതിയിൽ നമ്മോട് സഹകരണങ്ങൾ ചെയ്യുന്നവരാണ്, സഹായിക്കുന്നവരാണ്. എന്ത് പദ്ധതി പള്ളിയിൽ വെച്ചാലും ഗൾഫ് സമിതിയെ നമ്മോട് കൈയോട് ചേർത്ത് പിടിക്കാറുണ്ട്, നമ്മെ സഹകരിക്കാറുണ്ട്. ഇന്നും പ്രസിഡന്റ് അവர்கள் വന്നിട്ട് എന്നോട് പറഞ്ഞു, റഫീഖിച്ച പറഞ്ഞു, ഉസ്താദെ നിരന്തരമായിട്ടും നമ്മളോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലെ പ്രവാസികൾ ഈ പള്ളിക്ക് വേണ്ടിയിട്ട്, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. ഇനിയും അവർ സഹായിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. സഹകരിക്കുന്നവർക്കൊക്കെയും അള്ളാഹു ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ പരിപാടികൾ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടു നടക്കുവാനും വേണ്ടതുപോലെ കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.